ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? Can you read in Tamil, please? Yeah. Micah 6, chapter 8. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടാഴ്ച നമ്മൾ പഠിച്ചു വന്നൊരു ഭാഗമാണ് ദൈവത്തോട് കൂടെ നടക്കുക എന്നുള്ള വിഷയം. പ്രത്യേകിച്ച് ഈ വിഷയം അതിപ്രാധാന്യമേറിയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നാം എല്ലാം സമർപ്പിതരായി ദൈവസന്നിധിക്കുന്ന ദൈവഭക്തന്മാരാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതിപ്രാധാന്യം ഒരു വിഷയമാണ് ദൈവത്തോട് നാം കൂടെ നടക്കണം, വാക്ക് വിത്ത് ഗാഡ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു വന്ന ഭാഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുടെ ചില ചോദ്യങ്ങളാണ് നമ്മൾ പ്രാരംഭമായി ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്. കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുവാനിടയായി തീർന്നു? ഞാൻ നിങ്ങളെ എന്ത് മുഷിപ്പിക്കുവാനിടയായി തീർന്നു? നിങ്ങൾ എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ചോദിച്ചിട്ട് കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നു. ദയാതൽപരാകുവാനും ന്യായം പ്രവർത്തിക്കുവാനും ദൈവത്തോട് കൂടെ നടക്കാനുമല്ലാതെ ഞാൻ നിങ്ങളോട് എന്തു ചോദിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസനിലൂടെ കേട്ടതായ ദൈവവചനവും ഇങ്ങനെ തന്നെയാണ്. ദൈവദാസൻ പറഞ്ഞ ഒരു വാക്യം മാത്രം ഞാൻ അത് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അതായത് ആടുകൾ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് കൂടെ നടക്കുന്നു. എന്നാൽ മാത്രമേ ഇടയന്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇടയന്റെ കയ്യിൽ മൈക്കൊന്നുമില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? കൂടെ നടന്നാൽ മാത്രമേ ഇടയന്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തുള്ളൂ. അതേ ഒരു അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ ഒരു അർത്ഥം വരുന്ന ഒരു പ്രമേയമാണ് ഇന്ന് പകൽക്കാൻ നാം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവദാസൻ പ്രസംഗിച്ച ഒരു വചനം എന്നെ സ്പർശിക്കുവാനിടയെത്തുന്നു. ദൈവം എനിക്കൊരു പുതുതായിട്ട് തോന്നിയൊരു ചിന്തയാണ്. ദൈവദാസൻ പറഞ്ഞു, ആ വാക്യം ഇങ്ങനെയാണ്, വായിക്കണ്ട. ദൈവം സാറാഭാത്തിലെ വിധവ എന്ത് ചെയ്തു? കർത്താവ് എന്തോ പറഞ്ഞേ? കൽപ്പിച്ചാക്കിയിരിക്കുന്നു. അങ്ങനെയല്ലേ കർത്താവ് വചനം വായിച്ച? അങ്ങനെ നമ്മൾ വായിച്ച വചനം കൽപ്പിച്ചായിരുന്നു. പക്ഷെ എന്തെങ്കിലും സാറാഭാത്ത് വിധവയോട് ദൈവം പറഞ്ഞിരുന്നോ? ഇല്ല. പക്ഷെ പ്രവൃത്തി ചെയ്യുവാൻ തയ്യാറായ ഒരു വിധവയാണെങ്കിൽ ഓർക്കണം, ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളതാണെന്ന് മനസ്സിലായെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർക്കണം, നാം ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മുടെ സ്വയം ഇഷ്ടപ്രകാരം വന്നതല്ല. ഇന്നിവിടെ ദൈവത്തെ ആരാധിക്കാൻ വന്നതുൾപ്പെടെ നമ്മുടെ സ്വയമായി വന്നതല്ല, ദൈവം കൽപ്പിച്ചാക്കിയതാണെങ്കിൽ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രയാസങ്ങളും, നാം ജോലി സ്ഥലത്തായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിത സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, എല്ലാ പ്രശ്നങ്ങളിലും നാം ഒന്ന് ചിന്തിക്കണം, എൻ്റെ ദൈവം കൽപ്പിച്ചാക്കിയ ചില പ്രശ്നങ്ങളാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ആമേൻ പറഞ്ഞു ഏറ്റെടുത്തോണം. കർത്താവേ, എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ സ്വപ്രവാചകനിലൂടെ പറയുകയാണ്, ദൈവത്തോട് കൂടെ നടക്കാനല്ലാതെ ഞാൻ എന്താണ് നിങ്ങളോട് ചോദിക്കുവാനിടയായി തീർന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ സ്തോത്രത്തിന്റെ പ്രാരംഭം കഴിഞ്ഞുവെങ്കിലും അതിൻ്റെതായ അടുത്ത ഭാഗം ഇന്ന് പലർക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കും. എന്തിന് നാം ദൈവത്തോട് കൂടെ നടക്കണം? എന്തിന്? വൈ വിത്ത് ഗോഡ്, വാക്ക് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് എന്തുകൊണ്ട് നമ്മൾ ചേർന്ന് നടക്കണം? ഇന്ന് ലോകത്തിൽ ദൈവത്തോട് കൂടെ നടക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു കൂട്ടം ജനം, പ്രൈസ് ദി ലോർഡ്, ദൈവസഭയിലായിക്കൊള്ളട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലായിട്ടെ, കുടുംബത്തിലായിക്കൊള്ളട്ടെ, പലപ്പോഴും ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് വരുന്ന അനുഭവം അല്ല ഞാൻ പറയുന്നത്. അതിനേക്കാളും ഏറെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക. The relation with God and us, that's very important fact in our Christian life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അതിപ്രാധാന്യം വിഷയം എന്ന് പറയുന്നത് റിലേഷൻ വിത്ത് ഗോഡ് ആൻഡ് us.
അതിന് ഏറ്റവും പ്രാധാന്യമേ കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച ദൈവദാസൻ പറഞ്ഞു, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഗോഡ് ആൻഡ് അസ്. ദൈവവുമായിട്ട് നാം ആശയവിനിമയം നടത്തണം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ആഴത്തിലേക്ക് ദൈവദാസൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കുവാനിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ടം തലമുറയെ ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ ദൈവജനം, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവത്തിന്റെ കൽപ്പിതമായ കാര്യമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്ക് നാം ചിന്തിക്കണം, എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തോട് നാം ചേർന്ന് കിടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം ദൈവത്തോട് ചേർന്ന് കിടക്കണമെങ്കിൽ ദൈവദാസൻ പകൽക്കാലം പറഞ്ഞതുപോലെ അവന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ചെവികൾ കൂർത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു ഇടയന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ ഇടയനായ, നല്ല ഇടയനായ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ചെവികൾ കൂർത്തിരിക്കണം. ഇന്ന് പലപ്പോഴും ദൈവമക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പലരും ദൈവത്തിന്റെ ശബ്ദം എന്തെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ, അർദ്ധരാത്രികൾ പലപ്പോഴും നെട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പോലും അത് ദൈവത്തിന്റെ ശബ്ദമാണ് തിരിച്ചറിയുവാൻ കഴിയാതെ, രാത്രികാലങ്ങളിൽ കാണുന്ന പല സ്വപ്നങ്ങളും അത് ദൈവത്തിന്റെ പദ്ധതിയാണ് തിരിച്ചറിയുവാൻ കഴിയാതെ, പല ദൂതുകൾ ദൈവം കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാതെ ഇരിക്കുന്ന പരിശുദ്ധ പകൽക്കാലം പറയുന്നു, ദൈവത്തിന്റെ ശബ്ദം നാം വ്യക്തമായി തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അതിന് ആര് റിസ്ക് എടുക്കണം? ഇടയനേക്കാളും ആരെടുക്കണം? ഇടയൻ എടുക്കണം റിസ്ക്. ആടുകൾ എടുക്കണം റിസ്ക്. ഇതുപോലെ നമ്മളെ ദൈവം ഏൽപ്പിച്ച ഒരേ റിസ്ക് എന്നാണെന്നറിയാമോ? അവന്റെ ശബ്ദം കേൾക്കുവാൻ മറ്റു ശബ്ദങ്ങളെല്ലാം മനസ്സിലാക്കി അതിനെ വേറിട്ട് നിർത്തി ദൈവത്തിന്റെ ശബ്ദത്തിനു വേണ്ടി നമ്മുടെ ചെവികളെ കൂർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇവിടെ ഓരോ വ്യക്തിയും പരിശുദ്ധം പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരു പക്ഷേ ലോകത്തിലുള്ള പല വ്യക്തികളുടെ ശബ്ദങ്ങൾ നമുക്കെതിരായി വന്നെന്ന് പറഞ്ഞാലും, നമുക്ക് അനുകൂലമായി നിൽക്കേണ്ട പലരും നമുക്കെതിരായി നിന്നാലും, ഒരു സാഹചര്യം നിലനിൽക്കുവാൻ ഒന്നുമില്ല എങ്കിലും, നിങ്ങൾക്കെതിരെ ആരൊക്കെ തന്നെ ഏതൊക്കെ ഒളിയമ്പുകൾ വരുത്തി എന്ന് പറഞ്ഞാലും, പരസ്യമായ അമ്പുകളേറ്റെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ തയ്യാറാണ്. എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് ലോകപ്രകാരം ഒരു മനുഷ്യനല്ല, എൻ്റെ ദൈവം അത്രയെന്ന് വിശ്വാസിച്ച് ദൈവത്തിന് ഉറപ്പ് പ്രാപിച്ചിട്ട് പോകണം ദൈവമക്കളെല്ലാം. ഇവിടെ ഇങ്ങനെ ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവ് പറയുന്നു, നാം ആ ഉറപ്പ് പ്രാപിക്കണം. നമ്മളൊന്ന് ദൈവത്തോട് ചോദിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ അങ്ങേശം പറഞ്ഞ ചോദ്യമാണ്, ഇടയ്ക്കൊക്കെ ദൈവത്തോട് പറയണം, കർത്താവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുണ്ടോ? എത്ര പേരെ ചോദിക്കാൻ കഴിയുന്നു, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്നോട് ദൈവത്തിനെ സ്നേഹിക്കുവാൻ തടസ്സമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ നാം ചോദിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖമൊന്നു മാറിയാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ചിരിയോടുകൂടെയുള്ള മുഖമൊന്നു മാറി ദേഷ്യഭാവം വന്നു കഴിഞ്ഞാൽ ആ ഭാവത്തെ പോലും നാം തിരിച്ചറിയും. പക്ഷെ ദൈവത്തിന്റെ മുഖം നാം തിരിച്ചറിയുന്നുണ്ടോ? ദൈവത്തിന്റെ മുഖം തിരിച്ചറിയണം. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ മനസ്സിലാകണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തോട് എന്തിന് നാം ചേർന്ന് നടക്കണം? ചില വാക്യങ്ങൾ വായിച്ച് വചനപ്രകാരം അല്പനേരം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആവർത്തനങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 31-33 വാക്യം വായിക്കാം. നീയോ ഇവിടെ എന്റെ അടുക്കൽ നിൽക്ക, ഞാൻ അവർക്ക് അവകാശമായി കൊടുക്കുന്ന ദേശത്ത് അവർ അനുസരിച്ച് നടപ്പാൻ നീ അവരെ ഉപദേശിക്കേണ്ടുന്ന സകല കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞാൻ നിന്നോട് കൽപ്പിക്കും. ആകയാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ ജാഗ്രതയായിരിപ്പീൻ. ഇടത്തോട്ടെങ്കിലും വലത്തോട്ടെങ്കിലും മാറരുത്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുവീൻ. മതി. ഒന്നാമത്തെ കാര്യം, നീയോ എന്റെ അടുക്കൽ നിൽക്ക. നീയോ എന്റെ അടുക്കൽ നിൽക്ക. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എന്തുകൊണ്ടാണ് നിൽക്കാൻ പറയണെന്നറിയാമോ? കർത്താവ്, നീയോ എന്റെ അടുക്കൽ നിൽക്ക എന്ന് പറഞ്ഞ നീ പലപ്പോഴും വഴുതിപ്പോയിക്കൊണ്ടിരിക്കുക, പലപ്പോഴും ലോകപ്രകാരമായി പോയിക്കൊണ്ടിരിക്കുക. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ നാം ജീവിക്കുമ്പോൾ തന്നെ കർത്താവ് വ്യക്തിപരമായി പറയുകയാണ്, നിനക്കൊന്ന് എന്റെ അടുത്ത് നിൽക്കാൻ പറ്റുമോ? You must stand in front of God. എന്തിനാ സ്റ്റാൻഡ് എന്ന് പറയുന്നത്? നീ ഓടിക്കൊണ്ടിരിക്കുക, എന്തൊക്കെ നേടുവാനുള്ള ഓട്ടം.
പ്രൈസ് ദി ലോർഡ്. ഈ നേടിയതോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സമ്പാദ്യമുണ്ടെങ്കിലും, ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും, കാർ ഉണ്ടെങ്കിലും, എത്ര തന്നെ പദവി ഉണ്ടെങ്കിലും, ഇതെല്ലാം ഒരു ദിവസം മായ എന്ന് പറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് മുൻപേ നാം ചിലത് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഭാഗമാണ്, നാം പലപ്പോഴും കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നേ. അവിടെ എന്നാ പരിപാടി എന്നറിയാമോ? 24 മണിക്കൂറും ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ടു ഗോഡ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നീ പരിശുദ്ധനെന്ന് 24 മണിക്കൂറും ദൈവത്തെ സ്തുതിക്കാൻ നാം പോകുന്നേ. ഇവിടെ ഒരു 5 മിനിറ്റ് ദൈവത്തെ സ്തുതിക്കാൻ പലർക്കും മടിയാ. ഈ 5 മിനിറ്റ് ബോറടിക്കുന്ന വ്യക്തികളാ 24 മണിക്കൂർ സ്വർഗത്തിൽ പോയി അർമാദിക്കാൻ പോകുന്നേ. ആത്മാർത്ഥമായും ചോദിച്ചു, ഹൃദയത്തിലോട് ചോദിച്ചു, നമുക്ക് ആ സ്വർഗ ജീവിതം ആസ്വദിക്കാൻ പറ്റുമോ? ആ ദൈവത്തോട് ചേർന്നുള്ള ജീവിതം സ്വർഗത്തിലുള്ളതുപോലെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാം. ദൈവത്തോട് ചേർന്ന് നടക്കാം. ഹാനോക്കിനെ പറ്റി എന്തോ പറയുന്നത്? ദൈവത്തോട് ചേർന്ന് നടന്നു. പ്രൈസ് ദി ലോർഡ്. അതനുഭവിക്കുവാൻ സാധ്യതയെല്ലാം ഉണ്ടായിരുന്നിട്ട് നമുക്ക് കഴിയാതെ പോയാൽ ദൈവം ഇവിടെ പറയുന്നു, കഴിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ പറയുന്നു, നീയോ എന്റെ അടുക്കൽ നിൽക്ക. നീ നിൽക്കുന്നത് എവിടെയാണെന്നൊരു ബോധ്യത വരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാൻ താങ്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, താങ്കൾ നിൽക്കുന്ന സ്ഥലം ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണോ? ദൈവം, ഞാൻ ആ പാളയത്തിനകത്തു ദൈവത്തിന്റെ സഞ്ചാരത്തെ കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ പറയുന്നു. നാം നിൽക്കുന്ന കുടുംബത്തിൽ, നാം നിൽക്കുന്ന കുടുംബജീവിതത്തിൽ, നാം നിൽക്കുന്ന ഭവനത്തിനകത്ത്, നാം നിൽക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്ന ആരാധന ആലയത്തിനുൾപ്പെടെ ദൈവത്തിന് നിൽക്കാൻ കഴിയുന്നുണ്ടോ? നിൽക്കാൻ ചിന്തിക്കണം. കർത്താവ് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ ഉള്ളിൽ കർത്താവിന് നിൽക്കാൻ പറ്റുന്നുണ്ടോ? പറ്റില്ല എങ്കിൽ അല്പനേരം നിൽക്ക്. സകല ജീവിത ഓട്ടം ഒരു അല്പനേരം നിൽക്ക്. കർത്താവിന് ഉദ്ദേശമുണ്ട്. ഓർക്കണം, ചില ഓട്ടങ്ങൾ ദൈവം ചില നിർത്തിക്കളയും. അങ്ങനെ ദൈവം നിന്നോട് സംസാരിക്കുന്നതിന് മുൻപേ സ്വയമായി നല്ല ആരോഗ്യമുള്ള സമയത്ത്, നല്ല ജീവനുള്ള സമയത്ത്, നല്ല ബലമുള്ള ഈ സമയത്ത് ദൈവസന്നിധി നിൽക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന ഭാഗമുണ്ട്, നീയോ എന്റെ അടുക്കൽ നിൽക്കുക. എന്തിനാണെന്ന് അറിയാമോ? 33-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. 1, നിങ്ങൾ ജീവിച്ചിരിക്കണമെങ്കിൽ നീ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കണം. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഈ ലോകത്തിലെല്ലാവരും മനുഷ്യർ ജീവിക്കുന്നതാ. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള ജീവിതം താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവവചനം പറയുന്നു, നീയോ എന്റെ അടുക്കൽ നിൽക്കുക. ദൈവത്തോട് ചേർന്ന് നടക്കുക. വാക്ക് വിത്ത് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു, നീ ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞു. ഒന്നുകൂടെ പറയാം. ദൈവത്തിന്റെ പരിശുദ്ധ വ്യക്തമായി ദൈവസഭയുടെ ആലോചന പറയുന്ന ഒരു കാര്യം എന്നറിയാമോ? പിശാചിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ എന്നറിയാമോ? കർത്താവിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ നീ ജീവിച്ചിരിക്കണം. പിശാചിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ എന്തായിരിക്കും? നീ ജീവിച്ചിരിക്കരുത്. ജീവിച്ചാലും ചത്ത ശവം പോലെ ജീവിക്കണം. ജീവിതത്തിൽ നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ഒരു എല്ലാവർക്കും ഉപദ്രവകാരിയെ പോലെ ശത്രു പല പദ്ധതികളും പ്ലാനിങ് ഇടുമ്പോൾ നമ്മോട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പല വ്യക്തികളും സന്തോഷത്തോടെ പോകുന്ന നമ്മുടെ യാത്രകളെ കണ്ടിട്ട്, നമ്മുടെ ജീവിത സൗകര്യങ്ങളെ കണ്ടിട്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ അസൂയ ഉളവായി മന്ത്രവാദങ്ങളും ശകുനവാദങ്ങളും, അവരുടെ മക്കൾ എത്ര തന്നെ പഠിച്ചിട്ടും എത്ര തന്നെ സാമ്പത്തികമുണ്ടായിട്ടും അവർക്ക് കിട്ടുവാൻ ലഭിക്കുവാൻ പറ്റാത്ത പല നന്മകൾ, കുടുംബ സന്തോഷങ്ങൾ, കുടുംബ സമാധാനങ്ങൾ നമ്മുടെ ഭവനത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ശത്രുവിന്റെ പദ്ധതി അവിടെ ആരംഭിക്കും. നിന്റെ ജീവൻ അവസാനിപ്പിക്കണം. നിന്റെ ഓട്ടം അവസാനിപ്പിക്കണം. രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ പല മന്ത്രവാദങ്ങൾ, പല മന്ത്രവാദികൾ പല കാലങ്ങൾ കൊണ്ട് കാലാകാലങ്ങളിൽ
നിങ്ങളുടെ കുടുംബത്തെയും ജീവിതത്തെയും തലമുറകളുടെ ഭാഗ്യങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന, ജീവിക്കരുന്ന് വെല്ലുവിളിക്കുന്ന ചില ശക്തികളുടെ മുമ്പിൽ നിന്ന് പകൽക്കാലം നിലനിൽക്കുന്നതിന് കാരണം എന്നാണെന്നറിയാമോ? നമ്മുടെ മാതാപിതാക്കൾ ദൈവത്തിനു മുൻപാകെ നിന്നതുകൊണ്ടാ. ഇന്ന് പകൽക്കാലം നമ്മുടെ കുഞ്ഞുങ്ങളും ഇതുപോലെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധർ പറയുന്നു, നീയോ എന്റെ മുൻപിൽ നിൽക്കുക. എത്ര പേർക്ക് ഒരു ആശയം മനസ്സിലായി? ദൈവത്തോട് കൂടെ നടക്കുക. അതിന് ആധാരമായി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ദൈവസന്നിധി ചെയ്യണം, നല്ല ഫലമുള്ളവരായി നിൽക്കണം. നമ്മുടെ വായികൾ സ്തുതികൾ അർപ്പിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് വിത്ത് ഗോഡ്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ വായിൽ അരുതാത്ത സംസാരിക്കരുത്. മറ്റൊരാളുടെ കുറ്റമില്ലാത്ത സമയത്ത് മിണ്ടരുത്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞ, ഇവിടെ ചില അനുഭവങ്ങൾ അല്ലെ ഞങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ ഈ കാലഘട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഒരു കാര്യം ഉറപ്പാ, ഇന്ന് ഞാൻ എൻ്റെ 25ാമത്തെ ദിവസമാണ് ഉപവാസ പ്രാർത്ഥനയുടെ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചും എൻ്റെ ഒരേ ഒരു വിഷയമാണ്, ദൈവത്തോട് ചേർന്ന് കിടക്കാനാണ് വിഷയം. പക്ഷേ അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. എന്നാന്നറിയാമോ? ഹല്ലേലൂയ. ആവശ്യമില്ലാതെ ഹല്ലേലൂയ ദൈവത്തിന് ഹിതമില്ലാത്ത ഒരു കാര്യങ്ങൾ ഏർപ്പെടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഇനി എൻ്റെ ഉത്തരവാദി ഞാനല്ല, എൻ്റെ സ്വർഗത്തിലെ അപ്പനാണെന്നുള്ള ബോധ്യത എൻ്റെ മനസ്സിൽ അത് വന്നു തുടങ്ങി. ഒരു കാര്യം ഓർക്കണം, ദൈവത്തോട് നാം ചേർന്ന് നടക്കുവാൻ ആരംഭിച്ചാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എൻ്റെ കർത്താവായിരിക്കയാൽ ഏതൊക്കെ പ്രതികൂലങ്ങൾ സംഭവിച്ചാലും ഏതൊക്കെ പ്രയാസങ്ങൾ സംഭവിച്ചാലും നിന്നെ ഒതുക്കുവാൻ പറ്റത്തില്ല. നീ ജോലിയിൽ ചത്തവളെ പോലെ ജീവിക്കണമെന്നും നിരാശയെ പോലെ ജീവിക്കണമെന്നും അസന്തോഷത്തോടെ നീ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മധ്യത്തിൽ ഞാൻ പറയുന്നു, എൻ്റെ കർത്താവ് നിന്നെ ജീവിക്കുന്നവളായി നിൽക്കുവാനിടയായി തീരും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഈ പറയുമ്പോൾ തന്നെ ചില ഹൃദയങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് മക്കളെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മെ നിർത്തത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന, നമ്മളെ ജീവിപ്പിക്കുന്നെന്ന് വെല്ലുവിളിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളോട് എൻ്റെ ദൈവം, സ്വർഗത്തിലെ ദൈവം യുദ്ധം ചെയ്യുന്ന ദൈവമത്രേ. പ്രൈസ് ദി ലോർഡ്. അശൂർ രാജാവ് സകല പാളയത്തിന്റെ സകല ശക്തി ഉപയോഗിച്ച് ഹിസ്കിയ രാജാവിന് എതിരായി സകല പദ്ധതിയുമിട്ട് തകർത്തുകളയും ഒതുക്കിക്കളയുവാൻ ആരംഭിച്ചപ്പോൾ തന്നെ അവർ ചെയ്ത പരിപാടി എന്നറിയാമോ? ഹിസ്കിയാവ് ആദ്യം സ്വയമായി ചിന്തിച്ചു, പലതും ചെയ്തു, പക്ഷെ അത് പരാജയമായിരുന്നു. പക്ഷേ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആലയത്തിനകത്തു പോയി മുട്ടമേ നിന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ച അന്ന് രാത്രി 10 ദിവസം അവരുടെ രാജ്യം മുഴുവൻ നിന്ന് യുദ്ധം ചെയ്താലും തകർക്കാൻ പറ്റാത്ത രീതിയിൽ അന്ന് രാത്രി തന്നെ ഒറ്റ ദൂതൻ വന്ന് 1,85,000 വ്യക്തികളെ കൊന്നുകളഞ്ഞ, തകർത്ത് കളഞ്ഞ ശത്രുവിന്റെ പാളയത്തിനകത്തുപോയി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയ ഒരു ദൈവത്തെ നാം ആരാധിക്കുന്നേ. യേശുവിന്റെ നാമത്തിൽ നമ്മളൊന്നും ചെയ്യണ്ട, ദൈവസനി സ്തുതിക്കുന്നവരായി തീരുക. നമ്മുടെ അധരങ്ങൾ സ്തുതിക്കാൻ ആരംഭിക്കട്ടെ. നമ്മുടെ അടുക്കളകൾ പോകുമ്പോൾ ഏതൊക്കെ കാര്യം ചെയ്താലും മറ്റു പല കാര്യങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും ദൈവത്തെ പ്രൈസ് ചെയ്യാൻ ആരംഭിക്കുക. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ പ്രൈസ് ചെയ്യാൻ ആരംഭിക്കുക. ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രൈസ് ചെയ്യട്ടെ. നമ്മുടെ വായ്ക്കകത്ത് ദൈവത്തിന് ഹിതമില്ലാത്ത വരരുത്, മറ്റുള്ളവരുടെ കുറ്റം പറയരുത്, മറ്റുള്ളവരോട് സംസാരിക്കരുത്. ഒരൊറ്റ കാര്യം, ദൈവത്തിന് ഹിതമല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ വരരുത്. അങ്ങനെ നാം പ്രൈസ് ചെയ്ത് ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിയും. ഇവിടെ പറയുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഒന്ന്, നിങ്ങൾ ജീവിക്കരുതെന്ന് വെല്ലുവിളി ശത്രുവിൻ്റെയാ. പക്ഷെ ഇന്ന് മക്കൾക്ക് വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയാൻ പറ്റുമോ? കർത്താവേ, ഞാൻ പലപ്പോഴും ചിന്തിച്ചതാ മരിച്ചു കളയുവാൻ. മതി കർത്താവ് എന്ന് പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുപോയ ദിവസങ്ങൾ ഉണ്ടായിരിക്കാം. കർത്താവേ, എൻ്റെ ജീവിതം എന്തിനാ ഇങ്ങനെ ഒരു ജീവിതമെന്ന് ചിന്തിച്ച നാളുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ കർത്താവ് പറയുന്നു, ഏലിയാവേ, നീ ഇന്ന് മരിക്കേണ്ടവനല്ല, നിന്നെ കുറിച്ച് ചില പദ്ധതിയുണ്ട്. നീ ഇന്ന് ചൂരച്ചെടിയിൽ തടവ് മരിപ്പാനല്ല, കർത്താവിന് ചില പദ്ധതിയുണ്ട്.
കഴിഞ്ഞ നാളുകൾ പലപ്പോഴും തകർത്ത് കളയുന്ന, രോഗമിട്ട്, വിവിധമായ ഭാരമിട്ട്, നിരാശയിട്ട്, മരിക്കത്തക്ക നിലവാരത്തിലുള്ള ആത്മാഭിമാനങ്ങളെ ചോദ്യം ചെയ്യുന്ന പല സംഭവങ്ങളും ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഏറ്റവും പ്രയോജനകരമായത്, ഏറ്റവും ആശ്വാസമായത് നമ്മളെ വിട്ടുപോയ നാളുകൾ. യേശുവിന്റെ നാമത്തിൽ ചിലത് ഹല്ലേലൂയ, ഒരു വ്യക്തിയുടെ വേർപാട് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ഞാൻ ഒരിക്കലും ജീവിക്കത്തില്ല എന്ന് പലപ്പോഴും ജീവിതത്തിൽ ചിന്തിച്ച സാഹചര്യങ്ങളുടെ മധ്യത്തിൽ അങ്ങനെയുള്ള ചില വേർപാടുകൾ കുടുംബത്തിനകത്ത് വന്നിട്ടും ഇന്നും താങ്കൾ നിലനിൽക്കുന്നതിന് കാരണം ദൈവത്തിന്റെ കൃപയോടുകൂടെയുള്ള, ദൈവത്തിന് മുമ്പാകെ വിശ്വസ്തയോടെ ജീവിക്കാൻ തയ്യാറായ താങ്കളുടെ മനോഭാവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കണം, കർത്താവേ, ഞാൻ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നു. സാഹചര്യങ്ങൾ പലതും നിനക്കെതിരാവും, പക്ഷേ തകർക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. നീ ജീവിച്ചിരിക്കുക, ജീവിച്ചിരിക്കുക, ജീവിച്ചിരിക്കുക. ഇന്ന് പകൽക്കാലം ഈ വചനം വിവിധമായ മാധ്യമങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. വിവിധമായ അസുഖങ്ങൾ, വിവിധമായ മാരകമായ അസുഖങ്ങൾ പലതും ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഡോക്ടർമാർ പോലും വിധി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം, ഇനി അതിനകത്ത് രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞുവെങ്കിൽ ഇന്ന് പകൽക്കാൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ വചനം കേൾക്കും ദൈവത്തിന്റെ മക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധമായ കാര്യം വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞ, കർത്താവേ, ഞാൻ ജീവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഞാൻ പ്രയോജനപ്പെടും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വാക്യം എന്താ? ഒന്ന്, ജീവിച്ചിരിക്കേണ്ടതിന്. രണ്ടാമത്തെ വാക്യം വായിച്ചേ. രണ്ടാമത്തെ ഭാഗം, ഒന്ന് ജീവിച്ചിരിക്കണം, രണ്ട് നീ നന്നായിരിക്കുവാൻ. 31ാമത്തെ വാക്യം വിട്ടുപോകരുത്. നീ എന്റെ അടുക്കൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അടുത്ത ദൂത. ഒന്ന് ജീവിച്ചിരിക്കേണ്ടത്, രണ്ട് നീ നന്നായിരിക്കുവാൻ. നമ്മുടെ ജീവിതത്തിൽ ചില നന്മയെന്ന് നാം ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അത് അനുഭവിക്കാൻ പറ്റുന്നില്ല അല്ലേ? നാളുകളായി കണ്ണുനീരും വിലാപങ്ങളും ദുഃഖങ്ങളും മാത്രമാണെങ്കിൽ ദൈവത്തോട് ചേർന്ന് കിടക്ക്. കർത്താവ് നമുക്ക് വേണ്ടി ചില നല്ലത് ചെയ്യുവാനിടയായിത്തീരും. നന്നായിരിക്കുവാൻ, നന്നായിരിക്കുവാൻ. പിശാചിന്റെ പദ്ധതി നന്നായിരിക്കരുത്. നിങ്ങളുടെ കുടുംബം നന്നായിരിക്കരുത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായിരിക്കരുത്, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത നന്നായിരിക്കരുത്, ഒരു സമാധാനമുള്ള ജീവിതം നന്നായിരിക്കരുത്. സ്തോത്രം. ഇങ്ങനെയൊക്കെ പിശാചിന്റെ പദ്ധതിയാ. നീ നിൽക്കുന്ന ജോലി സ്ഥലങ്ങളിൽ നന്നായി നിൽക്കരുത്, സമാധാനത്തോടെ ജോലി ചെയ്യരുത്. അല്ലെങ്കിൽ ടെൻഷൻ വരുത്തുന്ന പല പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ വന്ന് എഴുതി വെച്ചതല്ല, ദൈവം എൻ്റെ പ്രാർത്ഥന റൂമിനകത്ത് ദൈവം തന്ന അരുളപ്പാട സഭയോട് പറയുന്നേ. ഇന്ന് പകൽക്കാലം നന്നായിരിക്കരുത്, നന്നായി ജോലി ചെയ്യരുത്, നന്നായി നിൽക്കരുത്, നന്നായി സുഖത്തോടെ ജീവിക്കരുത് വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളി ദൈവത്തിന്റെ പരിശുദ്ധ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവയത്രേ. ദൈവത്തോട് ചേർന്ന് കിടക്കുക, ദൈവത്തോട് ചേർന്ന് കിടക്കുക. നീ നന്നായി ഇരിക്കുന്നില്ല എങ്കിൽ ദൈവത്തോട് ചേർന്ന് കിടന്നാൽ മതി, നന്നാക്കി തരുന്ന ദൈവമാണ്. ഇനി അല്ലാത്തൊരു അനുഭവം വന്നാൽ സ്വർഗം നമുക്ക് വേണ്ടി ഇറങ്ങും. ഹിസ്കിയ രാജാവിൻ്റെ സ്വന്തം ശക്തി കൊണ്ട് കഴിയാതെ പോയപ്പോൾ ആലയത്തിന്റെ ഉള്ളിൽ മുഴങ്കാൽ മടക്കിയ ഹിസ്കിയ രാജാവിന് മുൻപിൽ ദൈവത്തിന്റെ ദൂതനിറങ്ങി. ഇന്ന് പൽക്കാലം ചിന്തിക്കണം, കർത്താവേ, എനിക്ക് വേണ്ടി, എൻ്റെ വിഷയത്തിന് വേണ്ടി, എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, എൻ്റെ ജീവിക്കുന്ന പല മേഖലകൾക്ക് വേണ്ടി നന്നായിരിക്കത്തില്ല, നന്നായിരിക്കത്തില്ല. പലപ്പോഴും ചെവിയിൽ മന്ത്രിക്കുന്നത് പോലെ ആരൊക്കെ രാത്രി കിടന്നുറങ്ങുമ്പോൾ പോലും ഒരു നന്നായി കാണുമോ എന്നുള്ള ചിന്ത പലപ്പോഴും അഭിമുഖീകരിക്കുന്നുവെങ്കിൽ കുടുംബ ജീവിതത്തിനകത്ത് ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളുടെ ബന്ധത്തിൽ ആരും അറിയാതെ കണ്ണുനീരോടെ വിലാപത്തോടെ, കർത്താവേ, എൻ്റെ ഈ ജീവിതം എങ്ങനെ ശരിയാകും? പുറമേ ഞാൻ ചിരിക്കുന്നുവെങ്കിലും, പുറമേ ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിലും അകമയൊന്ന് ചിരിക്കുവാൻ കഴിയാതെ, നന്നായൊന്ന് ജീവിക്കുവാൻ കഴിയാതെ നാളുകളായി ഉന്തിക്കൊണ്ട് ജീവിതം പോകുന്ന വ്യക്തിയോട് പരിശുദ്ധൻ പറയുന്നു, ഇന്ന് പകൽക്കാലം പറയുന്നു, നന്നായി കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇവിടെ പറയുന്നു, നീ നന്നായിരിക്കുവാൻ, നീ എൻ്റെ സന്നിധിയിൽ നിൽക്കുക. നന്നായിരിക്കുക, നന്നായിരിക്കുക. അടുത്ത വാക്യം എന്താണ്? നീ ദീർഘായുസ്സോടെ ഇരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇത് ആരുടെ പ്രോമിസാ? ദൈവത്തിന്റെ പ്രോമിസാണ്. പലരും പറയുന്നു ദീർഘായുസ്സിനോടൊന്നും പ്രാർത്ഥിക്കരുത്, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നടക്കട്ടെ.
ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ദൈവത്തിൻ്റെ പദ്ധതി ചുമ്മാ അങ്ങ് തള്ളിവിടരുത് കേട്ടോ. നമ്മൾ വഴിയെ കൂടെ പോകുമ്പോൾ ഒരു കാക്ക മേളിലൂടെ വന്ന് സാധിച്ചിട്ട് പോയി എന്ന് വിചാരിക്കുക, തലയിൽ അതിരിക്കുക, അതും കൊണ്ടുപോകുക. ഇത് ദൈവത്തിന്റെ പദ്ധതിയാ, ഇത് ദൈവത്തിന്റെ പദ്ധതി. ഞാൻ കഴുകത്തില്ല, ഞാൻ കുളിക്കത്തില്ല, നടക്കാൻ പറ്റുമോ? അപ്പൊ അതിന് നമ്മുടെ ഉള്ളിൽ നല്ല ബോധ്യതയുണ്ട്. എനിക്ക് നന്നാവണം, എനിക്ക് കുളിക്കണം, എനിക്ക് നന്നായി ഫ്രഷ് ആവണം ആഗ്രഹമുണ്ട്. പക്ഷേ പിശാചിട്ട പല പദ്ധതിയും കുടുംബജീവിതത്തിനകത്ത് നാറിപ്പിക്കുന്ന, കുടുംബജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന, ദീർഘായുസിനെ പോലും വെല്ലുവിളിക്കുന്ന പല കാര്യങ്ങൾ ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ട് ദൈവഹിതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. പറ്റുമെങ്കിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം നിന്നുകൊണ്ട് തന്നെ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, വേർപാടോടുകൂടെ നിന്നുകൊണ്ട് അതിൽ പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പുറത്തു വരണം. Come out in the name of Jesus. Come out in the name of Jesus. ചില തോൽവികൾ സംഭവിക്കുമ്പോൾ ദൈവഹിതമാണെന്നൊക്കെ നമുക്കത് പറഞ്ഞാൽ ദൈവത്തിന് ഒരു പ്രസാദക്കുറവുമില്ല കേട്ടോ. പക്ഷേ കഴിയുമെങ്കിൽ പറയുന്നു, പുറത്തു വരാൻ പറ്റുമെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കും. ചിലത് തള്ളിക്കളയരുത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിക്കുവാനിടയായിത്തുന്നു, UK യിലുള്ള സഹോദരി. പുള്ളിക്കാരനോട് പറഞ്ഞു, ദിവസം ഇനി എനിക്ക് 8 മാസം ഇവിടെയുള്ളൂ, പക്ഷെ എനിക്കൊരു സാധ്യതയില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഒരാൾ ഓഫർ ചെയ്തിട്ടില്ല. ദൈവഹിതമാണെങ്കിൽ ഞാൻ നാട്ടിൽ പോകുന്നു. ഞാൻ ആ സഹോദരി ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളോടും ചോദിക്കുന്നു. ദൈവഹിതമാണെങ്കിൽ ഞാൻ നാട്ടിൽ പോണെന്ന് പറയുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ ഉള്ളിലെ ആഗ്രഹം എന്താ? താങ്കളുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താ? UK നിൽക്കണമെന്ന ആഗ്രഹമുള്ളപ്പോൾ തന്നെ നാട്ടിൽ പോകണമെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹൃദയത്തിനകത്തൊരു സന്തോഷപൂർണമായി ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, അടുത്തൊരു കാര്യം, ഇതിനേക്കാളും വലിയ വിഷയം നിന്റെ മുമ്പിൽ നാട്ടിൽ പോയി കടന്നു വന്നാൽ അപ്പോഴും ദൈവഗീതം എന്ന് പറയാൻ പറ്റുമോ? പിശാചിടുന്ന പല പദ്ധതിക്ക് മുമ്പിൽ ദൈവഹിതം എന്ന് പറഞ്ഞ് ഒതുക്കരുത്. യേശുവിന്റെ നാമത്തിൽ ദൈവസഭ ആത്മീക കണ്ണു തുറക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് അത് നമ്മുടെ മഹത്വ പ്രത്യക്ഷതയാണ്. അതിന് ഒരടി പോലും വിട്ടുമാറാതെ ഞാൻ പ്രസംഗിക്കുന്നേ. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യക്ഷത, നമ്മുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്, നമ്മുടെ ഭാഗ്യപദവി എന്ന് പറയുന്നത് കർത്താവുമായുള്ള ജീവിതമാണ്. വാനമേഘങ്ങൾ എന്റെ കർത്താവ് എന്നുള്ള പ്രത്യാശയ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിൽ കഷ്ടതയോടെ ജീവിക്കുന്നതിനേക്കാളും ദൈവത്തിൽ നന്മ പ്രാപിച്ച് പുറത്തു വരാൻ പറ്റുന്ന നന്മകളാണെങ്കിൽ എന്തുകൊണ്ടാ പുറത്തു വരാൻ പറ്റാത്തേ? ഞാൻ ആ സഹോദരി ചോദിച്ചു, ഹൃദയത്തിന്റെ ഉള്ളിൽ എന്ന് പറയാൻ പറ്റുമോ? ദൈവമേ, എൻ്റെ ദൈവത്തിന്റെ ഹിതം ഇതാണ്, ഞാൻ നാട്ടിൽ പോകുന്നു പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവത്തിനു മുമ്പാകെ വിശ്വസ്തരായി ജീവിക്കാൻ തയ്യാറാകുക, പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക, അധരങ്ങളിൽ സ്തുതികൾ വരട്ടെ. ഈ വിഷയങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട്, കർത്താവേ, ഈ UK യിൽ എന്നെ കൊണ്ടുവന്നത് എൻ്റെ അപ്പനാണെങ്കിൽ എന്നെ നിർത്തുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് നീ വിട്ടുകൊടുത്താൽ, ഇന്ന് നീ ദൈവഹിതമെന്ന് വിട്ടുകൊടുത്താൽ, നാട്ടിൽ പോയി ഇതിനേക്കാളും വലിയ പ്രശ്നം വരുമ്പോൾ നിരാശനായി തകർന്നു പോകുന്ന സാഹചര്യങ്ങളെക്കാളും അന്നും നീ വിട്ടുകൊടുക്കേണ്ടി വരും. ഇന്ന് നീ വിട്ടുകൊടുക്കാതെ ദൈവസന്നിധി സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അന്ന് അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി ദൈവസന്നിധി സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ വെസ്റ്റേൺ അല്ലെങ്കിൽ സൂപ്പർ മേയർ തന്നെ സഹോദരിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാകുവാനിടയായി തീർന്നു. ഞാനീ പറഞ്ഞത് ഇനി ഒരുപാട് സാഹചര്യം ഉണ്ട് അവർക്ക്. പക്ഷെ ഞാനൊരു കാര്യം, ഇതല്ലെങ്കിൽ കർത്താവ് ഒരുക്കും. പക്ഷേ നമ്മൾ നമ്മുടെ വായ് കൊണ്ട് പറയരുത്, പരാജയപ്പെടും, ഞാൻ തകർന്നു പോകും, ഞാൻ മരിച്ചു പോകും, എനിക്ക് ദീർഘായുസ് ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരരുത്. താങ്കളുടെ കുടുംബം ദൈവത്തിന് വിഷയമല്ല, താങ്കളുടെ ജീവിത സാഹചര്യം ദൈവത്തിന് വിഷയമല്ല, താങ്കളുടെ ക്വാളിഫിക്കേഷൻ ദൈവത്തിന് വിഷയമല്ല. സമർപ്പിതനാകാൻ തയ്യാറാണോ? നമ്മുടെ ആധരങ്ങളിൽ സ്തുതിക്കാൻ തയ്യാറാണോ? ആത്മീക ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തയ്യാറാണോ? കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. എത്ര കാലം നീ ഓടി ഓടി ദൈവഹിതം ഓടിപ്പോകും? ചിലർ പറയാറുണ്ട്, രോഗസൗഖ്യം ഇല്ലേൽ ഞാൻ കർത്താവിനെ ആരാധിക്കും. താങ്കൾക്കത് പറയാം, പക്ഷേ
ഒരു നേരത്തെ അന്നത്തിന് പോലും നിവൃത്തിയില്ലാത്ത വ്യക്തികൾ 600-700 രൂപ ഒരു ദിവസം കിട്ടുന്ന അധ്വാനമുണ്ടെങ്കിൽ, ജോലി ഉണ്ടെങ്കിൽ, മഴയില്ലെങ്കിൽ കിട്ടുന്ന ജോലി 700-800-1000 രൂപയാ. ആ ജോലി നിൽക്കുന്ന ഒരു മനുഷ്യൻ 1700-1800 രൂപ ഒരു ദിവസം ഗുളികയ്ക്ക് വേണ്ടുന്ന ആ വ്യക്തിയോട് ചോദിക്ക്, രോഗസൗഖ്യത്തിന്റെ ആവശ്യമുണ്ടോ എന്ന്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധൻ പറയുന്നു, ചിലതിനോട് ദൈവഹിതമെന്ന് പറഞ്ഞ് വിട്ടുകളയാതെ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് അങ്ങനെ പറയും, നന്നായിരിക്കുവാൻ, ദീർഘായുസോടെ ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നിന്റെ ആയുസ്സിനെതിരായി, താങ്കളുടെ നന്മകൾക്കെതിരായി പോരാടുന്ന ശക്തിയെ ഈ ദിവസങ്ങൾ മനസ്സിലായി. കർത്താവേ, എന്റെ ജീവിതത്തിൽ നന്മ കിട്ടിയാലും ഇല്ലേലും കർത്താവിന് വിട്ടുമാറത്തില്ല. അതാ നമ്മുടെ പ്രത്യാശ. ആ വിശ്വാസം വിടരുത്. പക്ഷേ ചിലത് നാം മേടിച്ചെടുക്കണം. ദൈവത്തോട് ചേർന്ന് കിടന്ന് മേടിച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ ദൈവത്തോട് ചേർന്ന് കിടക്കുന്നത് ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത്. കർത്താവിനോട് ചേർന്നുള്ള ജീവിതം ആസ്വദിക്കാനായിരിക്കണം. ആസ്വദിക്കണം. ദൈവവുമായിട്ടുള്ള ജീവിതം ആസ്വദിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പക്ഷെ അതിനോടൊപ്പം ദൈവം ഇതെല്ലാം നൽകുവാനിടയായി. കണ്ണുകളും മൂടാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരുടെ കണ്ണുകളും മൂടിയാട്ടെ. അല്പനേരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നമ്മുടെ വ്യക്തിപരമായി ദൈവാത്മാവ് ആരോടെങ്കിലും ഒക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ പലപ്പോഴും കേൾക്കുന്ന ഒരു ദൂത് പോലെ കേട്ടെന്ന് പറഞ്ഞാലും, ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ അമിതമായി വിശ്വസിക്കുന്നു, ഇന്ന് പറഞ്ഞ ഓരോ വാക്കുകളും ചുമ്മയല്ല. പലപ്പോഴും മതി കർത്താവേ എനിക്ക് പറ്റുന്നില്ല. ദൈവം തന്ന തലമുറകളുടെ മധ്യത്തിൽ അനുഭവിക്കുന്ന ചില വിഷമങ്ങളും ചില ബുദ്ധിമുട്ടുകളും കാണുമ്പോൾ, കർത്താവ് എനിക്ക് മതി കർത്താവ് എന്ന് പറയുന്ന ഏലിയാവിനെ പോലെ തകരുന്ന അനുഭവമാണെങ്കിൽ പരിശുദ്ധാത്മാവ് താങ്കളോട് സംസാരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ താങ്കളുടെ പ്രാർത്ഥന കൊണ്ട് ജീവിച്ച അനേകം ഭക്തന്മാരുണ്ട്. കണ്ണുനീരോടെ നിലവിളിച്ച്, ദൈവത്തോട് നിലവിളിച്ച്, രാവുന്നില്ലാതെ പകലുന്നില്ലാതെ മുട്ടമേ നിന്ന് അനേകം പേർക്ക് നന്മയായ വ്യക്തികളായി ഇന്ന് പലരും മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം കർത്താവേ, ഞാൻ ആ വാക്കുകളെല്ലാം മാറ്റിവെച്ചിട്ട് ഞാൻ നന്നായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ദീർഘായുസോടെ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ നന്മകളെല്ലാം പിശാചിൻ്റെ പദ്ധതി പ്രകാരം വിട്ടു മാറരുത്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു, ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു, യോസഫിനെ ദൈവം അനുഗ്രഹിച്ചു, ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചു, ശലോമോനെ ദൈവം അനുഗ്രഹിച്ചു. ഇങ്ങനെ അനുഗ്രഹിച്ച ദൈവത്തെ നാം ആരാധിക്കുന്നേ. ഇന്ന് പകൽക്കാലം ദേശത്തിലെ നന്മകളെ കാണാതിരിപ്പാൻ തക്കവണ്ണം, കുഞ്ഞുങ്ങളുടെ നന്മകൾ കാണാതിരിപ്പാൻ തക്കവണ്ണം, സന്തോഷങ്ങൾ അനുഭവിക്കാതിരിപ്പാൻ തക്കവണ്ണം, ജീവിത സാഹചര്യങ്ങൾ പലതും ഒതുക്കി വച്ചിട്ട് നാട്ടിലേക്ക് പോകുവാൻ ശത്രു പല പദ്ധതിയിടുന്ന ചില പദ്ധതിയുടെ മുൻപാകെ വിട്ടുകൊടുക്കരുത്. ഇന്ന് വിട്ടുകൊടുത്താൽ പലതും നാളുകളാകുമ്പോൾ വിട്ടുകൊടുക്കേണ്ടി വരും. വിശ്വസ്തയോടെ വായി കൊണ്ട് പറയണം, കർത്താവ് എനിക്ക് നൽകും, കർത്താവ് എനിക്ക് നൽകും. ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കായി സ്തോത്രം എന്ന് പറഞ്ഞ് ഈ ദിവസങ്ങളിൽ കർത്താവിൽ നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിന്റെ സന്നിധിയിൽ, കർത്താവേ, ഞാൻ നിന്നോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, അപ്പാ, ഞാൻ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനെതിരായി എൻ്റെ ജീവിതത്തിൽ ഏതു സ്വഭാവമാണോ എന്നോട് സംസാരിക്കണം, കർത്താവ്, ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് എന്നോട് നടക്കുവാൻ തടസ്സമായി എന്താണോ അത് മാറ്റണം യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു അനുഭവത്തിലൂടെ ദൈവത്തോട് ചേർന്ന് കിടന്ന് സഭ ദൈവസന്നിധി വിശ്വസ്തയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പദ്ധതി നാം എത്തിച്ചേർന്നാൽ, കർത്താവ് പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യോശുവയോട് പറയുന്നു, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഇതാരോട് പറയുന്നതെന്നറിയാമോ? ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ഭക്തനോട് പറയുകയാണ്. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഇന്ന് പകൽക്ക് നിന്റെ നേരെ നിൽക്കുന്ന ചില ശക്തികളുടെ മുൻപേ കർത്താവിൻ്റെ ചില പ്രവൃത്തികൾ വെളിപ്പെടും. ഇന്നാരൊക്കെയാണോ എതിർപ്പായി പറയുന്നത്, അവരെല്ലാം നന്മയായി പറയുന്ന നാളുകൾ അതിവിദൂരമല്ല. കാത്തിരിക്കുക, കർത്താവ് താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ നിന്നതുപോലെ നിന്നോട് കൂടെ നിൽക്കും. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഈ വചനപ്രകാരം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ കർത്താവ് നമ്മെ അനുവദിക്കട്ടെ. ആമേൻ. സ്തോത്രം.
ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കേട്ടുകൊണ്ടായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. ഇന്ന് ലഭിക്കപ്പെട്ട ആലോചന, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ നടക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ നടന്നാൽ ലഭിക്കപ്പെടുന്നത് ഹല്ലേലൂയ നമ്മൾ ജീവിച്ചിരിക്കും, നമ്മുടെ ജീവിതം നന്നായിരിക്കും. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഹല്ലേലൂയ 8-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. എന്നാൽ ദുഷ്ടന് നന്മ വരികയില്ല, അവൻ